കുഞ്ഞേട്ടൻ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്ക്. തിയേറ്റർ ബാൽക്കണിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആത്മബന്ധമുള്ളൊരു തിയേറ്റർ കൂടിയാണ്. നമ്മുടെ ചാനൽ മുന്നേ തൊട്ട് കാണുന്നവർക്കറിയാം. താൽക്കാലിക സിനിമ ഹോളായിരുന്നു. എൻ്റെ ഏട്ടനും സിനിമ ഹോളുണ്ടായിരുന്നു. മുക്കത്തെ തിയേറ്ററുകൾ എന്നും ക്വാളിറ്റിയിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നവയായിരുന്നു കേട്ടോ. പ്രായവ്യത്യാസമൊന്നുമില്ലാതെ നമ്മുടെയൊക്കെ തോളത്ത് കൈയിട്ട് സ്നേഹത്തോടെ ഗീഗോയെ, പ്രശോവെ, നിതിനെ എന്നൊക്കെ വിളിക്കുന്ന സിനിമ കഴിഞ്ഞു വരുന്ന ആളുകളുടെ തിരക്ക് കണ്ടിട്ടാണ് കുഞ്ഞേട്ടൻ ഈ ഒരു സ്ഥലം മേടിച്ചത്. എന്നാലും ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്ത ഇത് എങ്ങനെയാണ് ഇതിൽ 300 സീറ്റുകൾ വന്നതെന്നുള്ളതാണ്. ടോട്ടൽ 8 സ്ക്രീനുകളാണ് ഇന്ന് ഈ ഒരു ARC. കുഞ്ഞേട്ടൻ നമ്മുടെ നാട്ടിന് നഷ്ടപ്പെട്ടത് വളരെ വേദനാകരമായും. പലപ്പോഴും ഒരു നാട്ടില് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ജംഗ്ഷന്റെ പേര് ആ ഒരു തിയേറ്ററിന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ തൊട്ടടുത്തായിട്ട് 2 തിയേറ്ററുകളുടെ പേരിൽ 2 ജംഗ്ഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് അഭിലാഷ് ജംഗ്ഷനാണ്. അതായത് അഭിലാഷ് തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് PC ജംഗ്ഷനും ഉണ്ട്. അവിടെയാണ് PC തിയേറ്റർ ഉള്ളത്. PC തിയേറ്ററിന്റെ പേരിലും അഭിലാഷ് തിയേറ്ററിന്റെ പേരിലും അറിയപ്പെടുന്ന ഈ 2 ജംഗ്ഷനുകൾ തമ്മിലുള്ള ദൂരം ഒന്ന് ഓടി എത്താവുന്നത്ര അടുത്താണെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ്. മുക്കത്തിന്റെ സ്വന്തം അഭിലാഷ് അന്നാസ് തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, തിയേറ്റർ ബാൽക്കണിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു തിയേറ്റർ കൂടിയാണ് കേട്ടോ അഭിലാഷ് അന്നാസ് തിയേറ്റർ. അപ്പോൾ നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. തിയേറ്ററിന്റെ മുൻവശത്തും സൈഡിലുമായിട്ട് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ അഭിലാഷ് തിയേറ്ററിനെ മോഡിഫൈ ചെയ്ത് 2 സ്ക്രീനുകളാക്കിയാണ് ഉണ്ടായത്. സോ 2014 ഇങ്ങനെ 2 സ്ക്രീൻ ആക്കിയപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ മുൻവശത്തെ ലുക്കും ടോട്ടലി മാറിയിട്ടുണ്ട്. നിലവിൽ ഒരു സിൽവർ, അതുപോലെ തന്നെ ഓറഞ്ച്, ഡാർക്ക് ഗ്രേ, ഈ 3 കളറിലുള്ള ACP വർക്കുകളിലാണ് ഈ ഒരു തിയേറ്ററിന്റെ ഒരു മുന്നിലത്തെ ഭാഗം അലങ്കരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ അഭിലാഷ് എന്നും അന്നാസ് എന്നുമുള്ള തിയേറ്ററിന്റെ പേരുകളും ടെക്നിക്കൽ സ്പെക്സും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ നമുക്ക് ധാരാളമായിട്ട് പരസ്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. സാധാരണ തിയേറ്ററുകളിലൊക്കെ കാണുന്നതിൽ കൂടുതൽ പരസ്യങ്ങൾ ചുറ്റുമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിനോട് ചേർന്ന് തന്നെ അഭിലാഷ് ഡെന്റൽ കെയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അതും ഈ ഒരു തിയേറ്ററിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള സ്ഥാപനമാണ്. പിന്നെ തിയേറ്ററിന്റെ മുൻവശത്ത് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഒന്നും കാണാൻ സാധിക്കില്ല. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പെടാത്ത ഒരു സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. സോ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഒളിച്ചിരിക്കുന്ന ബോക്സ് ഓഫീസ്. ഇതൊരു സൈഡിലായിട്ട് അത്ര വിസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണറായിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആണ്. നമ്മുടെ പഴയ ടിക്കറ്റ് ന്യൂ. ടിക്കറ്റ് ചാർജ് വരുന്നത് 2 സ്ക്രീനുകളിലും 130 രൂപയാണ്. റിസർവേഷൻ ചാർജായിട്ട് ഒരു 10 രൂപ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടമുള്ള സീറ്റുകൾ നമുക്കിവിടെ ഈ ഒരു ലേഔട്ടിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാഷ് പേയ്മെൻറ്റ് വഴിയും അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ് വഴിയും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റഡ് ടിക്കറ്റാക്കി മാറ്റിയിട്ട് അത് കാണിച്ചിട്ട് വേണം ഹാളിൽ കയറാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു തിയേറ്ററിൻ്റെ ലോബിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുന്നേ തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് ധാരാളമായിട്ട് പരസ്യങ്ങൾ കാണാൻ പറ്റും. എന്നാലും നമ്മളുടെ ഒരു തിയേറ്റർ പ്രേമിയെ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിവിടെ തോന്നുന്നത് ഈ ഒരു സെനോൺ ലാമ്പ് പ്രൊജക്ടർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു തിയേറ്റർ മുന്നേ ഫിലിമിൽ പ്രൊജക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് DTS ആയിരുന്ന ആ ഒരു ടൈമിലുള്ള പ്രൊജക്ടറാണ് ഈ ഒരു ലോബിയിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇനി ലോബിയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇരിപ്പിടങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഒരു കഫ്റ്റീരിയയും കാണാൻ സാധിക്കും. അത്യാവശ്യം എല്ലാ ഐറ്റംസും നമ്മുടെ കോഫി, ടീ, പോപ്കോൺ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കഫ്റ്റീരിയാണ്. അതുപോലെ തന്നെ പോപ്കോൺ കൗണ്ടർ നമുക്ക് ലോബിയുടെ ഒരു മറു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം മനോഹരമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നിടത്ത് തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു തിയേറ്ററിൻ്റെ ഡോറുകൾ ഉണ്ടല്ലോ, ഈ ലോബിയിലേക്കുള്ള ഈ ഡോറുകളൊക്കെ അത്യാവശ്യം തടിയിൽ ഒരു പഴയ രീതിയിൽ നല്ല വൃത്തിക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ പഴയ അഭിലാഷ് തിയേറ്ററിൽ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ രീതിയിലുള്ള വുഡൻ ആ ഒരു തിയേറ്ററിൻ്റെ പോസ്റ്ററുകൾ, കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ വെക്കാനുള്ള ആ ഒരു ബോക്സസ് ഉണ്ടല്ലോ, അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ അഭിലാഷ് എന്ന സ്ക്രീനിലേക്കുള്ള എൻട്രി നമുക്ക് ഈ ഒരു ലോബിയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാവുന്ന രീതിയിലും, അതുപോലെ തന്നെ സ്ക്രീൻ 2 അന്നാസ്, അത് പഴയ ബാൽക്കണി ആയിരുന്നു കേട്ടോ ഈ ഒരു തിയേറ്ററിൻ്റെ. സോ അവിടേക്കുള്ള എൻട്രി സ്റ്റെയർ വഴിയുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്ക്രീൻ 1 അഭിലാഷിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ സ്ക്രീൻ 1 അഭിലാഷിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു തിയേറ്ററിനെ പറ്റി ഇതിൻ്റെ ഓണർ, അതായത് പരേതനായിട്ടുള്ള കുഞ്ഞേട്ടൻ പണ്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് പണ്ട് ഈ മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു.
അപ്പോൾ ഇവിടെ നിന്ന്, അതായത് ഈ മുക്കത്തിന് സമീപമുള്ള കുറേയധികം കൃഷിയൊക്കെയുള്ള മേഖലകളുണ്ട്. അവിടെ നിന്നൊക്കെ ഈ കുരുമുളക്, അടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ആയിട്ട് കോഴിക്കോട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ പലപ്പോഴും അതിൻ്റെ പൈസ കിട്ടുന്നത് പെൻഡിങ് ആയിട്ടായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ജംഗ്ഷൻ, അതായത് PC ജംഗ്ഷനിലെത്തിയപ്പം നമ്മുടെ PC തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് കുറേ ആളുകൾ ഒരു ദൃശ്യം കണ്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് ഒരു തിയേറ്റർ തുടങ്ങിക്കൂടാ? തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആരും കടം പറയില്ലല്ലോ, കാരണം എല്ലാവരും വന്നിട്ട് റെഡി പൈസ തന്ന് സിനിമ കണ്ടിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഉടനെ തന്നെ ഒരു സ്ഥലം മേടിക്കുകയും ആ സ്ഥലത്ത് തിയേറ്റർ കെട്ടുകയും, എനിക്ക് തോന്നുന്നു 78 മീറ്റർ ഈ ഒരു ചിന്ത തുടങ്ങി 79 ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അന്ന് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് ശ്രീ മധു ആയിരുന്നു. അതുപോലെ തന്നെ അന്ന് ഇവിടുത്തെ ഈ ഒരു നാട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മൊയ്തീനൊക്കെ അന്ന് ഈ ഒരു ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ കുഞ്ഞേട്ടൻ്റെ ആ ഒരു ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് ഇന്നും ഈ ഒരു തിയേറ്ററിനെ നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ ഇനി നിലവിലുള്ള കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2014 ഈ ഒരു പഴയ ഈ ഒരു അഭിലാഷ് തിയേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ക്രീനുകളാക്കിയത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന ബാൽക്കണി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്ക്രീൻ 2 അന്നാസ് എന്ന പേരിലും, പഴയ ഒരു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് നിന്നിരുന്ന ഈ ഒരു ഭാഗത്തെ സ്ക്രീൻ 1 അഭിലാഷ് എന്ന പേരിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അധികം ഒന്നും വലിച്ചു വാരി പറയാനില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ ടൈലും അതിന് മുകളിൽ ഒരു 4 അടിയോളം ഹൈറ്റിൽ വുഡ് വർക്ക്സുമാണ്. എനിക്ക് തോന്നുന്നു മുന്നേ ആ ഒരു വുഡൻ കളറിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു വുഡ് വർക്കിനെ ഇപ്പോൾ ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സീറ്റ് നമ്പറുകളും പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ടോപ്പിലേക്ക് വരുന്ന ഭാഗം ഫുള്ള്, അതായത് അക്യൂസ്റ്റിക്സ് ഫുള്ള് ബ്ലാക്ക് കളറിലാണ്. ആകെ ഒരു ബ്ലൂ കളറിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ടോപ്പിലാണ് ആ ഒരു സ്ക്രീൻ 2 അന്നാസ് വരുന്നത്. സോ ഒരു ബാൽക്കണിയുടെ താഴെ ഭാഗവും അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ റൂഫിലും അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ ഒരു 80s രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചെങ്കിലും ഡെക്കറേഷൻ വർക്കുകൾ വന്നിരിക്കുന്നത് ഈ ഒരു സീലിംഗ് സൈഡിലാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം രസമായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴയ വീടുകളിൽ അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ കണ്ടിരുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള ലൈറ്റ് ഉണ്ട്. അതങ്ങനെ തിയേറ്ററുകൾ പൊതുവെ കാണാറില്ല. സോ അത്തരത്തിലുള്ള ഒരു 6 ലൈറ്റുകൾ, അതിൽ 4 കത്തി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. നല്ല ബ്രൈറ്റ് ആട്ടോ ലൈറ്റ്. ഇത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അധികം തിയേറ്ററിൽ കാണാത്തൊരു സംഗതിയാണ്. ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സീറ്റിങ്ങിൻ്റെ ഈ ഒരു ലേഔട്ടിലെ വ്യത്യസ്തത തന്നെ പറയാം കേട്ടോ. അതായത് നടുവിലൂടെ വഴിയില്ല, 2 സൈഡിലൂടെയാണ് വഴി. ഈ ഒരു വഴിയുടെ മറു സൈഡിലുള്ള അല്ലെങ്കിൽ 2 കോർണറിലുള്ള സീറ്റുകൾ സ്ക്രീനിലേക്കുള്ളൊരു പ്രോപ്പർ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെരിവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ തിയേറ്ററുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇനി സീറ്റിങ്ങിൻ്റെ എണ്ണത്തിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ 388 സീറ്റുകളാണ്. എല്ലാം ഈ കാണുന്ന രീതിയിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. ഒരു പോരായ്മ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കപ്പ് ഹോൾഡർ ഇല്ലാത്ത സീറ്റുകളാണ്. പക്ഷേ അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന ആ ഒരു പഴയ മോഡലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ 388 സീറ്റുകളുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഓഡിറ്റോറിയം ആണെങ്കിലും ഒരൊറ്റ ക്ലാസ്സിലായിട്ടാണ് സീറ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ സീറ്റുകളോ മറ്റു മോഡൽ സീറ്റുകളോ ഒന്നുമില്ല. ടിക്കറ്റ് ചാർജ് വരുന്നത് 130 രൂപയാണ്. അപ്പോൾ ഇനി ഈ ഒരു തിയേറ്ററിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏകദേശം ഒരു 40 അടിയോളം വീതിയുള്ള അത്യാവശ്യം നല്ല കെർവ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ സ്ക്രീനാണ്. പ്രൊജക്ഷൻ വരുന്നത് ബാർക്കോയുടെ 4K പ്രൊജക്ഷനാണ്. അപ്പോൾ ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം ആണ് കേട്ടോ. അതിൽ തന്നെ 2 സബ് വൂഫറുകൾ ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ബേസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് എങ്ങനെയുണ്ട് സൗണ്ടും വിഷ്വലൊക്കെ ഒന്ന് നോക്കാം.
താഴെ നിന്ന് സ്റ്റെയർ കയറിയിട്ട് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് പഴയ ബാൽക്കണി നിന്ന സ്ഥലം ഇന്നത്തെ അന്നാസ് എന്ന സ്ക്രീനിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു അന്നാസ് തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു, അതായത് കുറച്ച് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു കഫറ്റീരിയയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് താഴെ നിന്ന് പോപ്കോണൊക്കെ റെഡിയാക്കിയിട്ട് അതിവിടെ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മിനി കഫറ്റീരിയ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള വുഡൻ ഡോർസാണ്. ഇത് തുറന്നിട്ട് നമുക്കൊരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ മുന്നേ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തിയേറ്റർ ബാൽക്കണിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആത്മബന്ധമുള്ളൊരു തിയേറ്റർ കൂടിയാണ് അഭിലാഷ് അന്നാസ് എന്ന്. അതെന്താണ് ആ ആത്മബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ഒരു തിയേറ്ററിൻ്റെ ഓണർ പരേതനായിട്ടുള്ള ശ്രീ കുഞ്ഞേട്ടനുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ചാനൽ മുന്നേ തൊട്ട് കാണുന്നവർക്കറിയാം, കോഴിക്കോട് ARC തിയേറ്റർ ഉണ്ടല്ലോ, കോർണേഷൻ, പഴയ കോർണേഷൻ, ആ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കുഞ്ഞേട്ടൻ നമ്മളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നും അതിന് മുന്നോട്ട് ആ ഒരു തിയേറ്ററിന് ഉദ്ഘാടന വേള തൊട്ട് നമുക്ക് തന്നിരുന്നൊരു പിന്തുണയും ആ ഒരു സ്നേഹവുമൊക്കെ ഏതൊരു സമയത്തും നമുക്ക് എന്തൊരു ആവശ്യവും പറഞ്ഞ് വിളിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ കുഞ്ഞേട്ടൻ. ഇന്ന് കേരളത്തിലെ തിയേറ്റർ എക്സിബിറ്റേഴ്സിൽ ആരും തന്നെ കുഞ്ഞേട്ടനെ മറക്കാനിടയില്ല. കാരണം അത്രയധികം പോപ്പുലറായിരുന്നു അദ്ദേഹം. ഒരേ സമയം എന്താ പറഞ്ഞേ, ആ ഒരു പ്രായ വ്യത്യാസമൊന്നുമില്ലാതെ നമ്മുടെയൊക്കെ തോളത്ത് കൈയിട്ട് സ്നേഹത്തോടെ ഗീഗോയെ, പ്രശോവെ, നിതിനെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കുഞ്ഞേട്ടനെ അങ്ങനെയൊന്നും ഞങ്ങളാരും മറക്കില്ല. അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ വന്നപ്പോൾ വീണ്ടും കുഞ്ഞേട്ടൻ്റെ ആ ഒരു പഴയ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിക്കുന്ന മുഖമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. പേഴ്സണലി എന്താ പറഞ്ഞേ, കേരളത്തിലെ തിയേറ്റർ മേഖലയ്ക്കും അതുപോലെ ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾക്കൊക്കെ ഒരു നഷ്ടം തന്നെയാണ് കുഞ്ഞേട്ടൻ. കുഞ്ഞേട്ടൻ്റെ മരണമില്ലാത്ത ഓർമ്മകളിൽ നിന്നുകൊണ്ട് തന്നെ മുക്കത്തെ തിയേറ്ററുകളുടെ ചരിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ഓർത്തെടുക്കുകയാണ്. 1967 ഇവിടെ PC ടാക്കീസ് തുടങ്ങുന്നത്. അന്നതൊരു ഓല ടാക്കീസ് ആയിരുന്നു. PC ടാക്കീസിൽ നിന്ന് സിനിമ കഴിഞ്ഞു വരുന്ന ആളുകളുടെ തിരക്ക് കണ്ടിട്ടാണ് കുഞ്ഞേട്ടൻ ഈ ഒരു സ്ഥലം മേടിച്ചിട്ട് ഇവിടെ അഭിലാഷ് എന്ന തിയേറ്റർ പണിതത്. ഈ ഒരു തിയേറ്ററിനെ പിന്നീട് 2014 സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ക്രീനുകളാക്കി. അതുപോലെ തന്നെ മുക്കത്തെ തന്നെ അഗസ്ത്യമൊഴി എന്ന ജംഗ്ഷനിൽ റോസ് എന്ന പേരിൽ കുഞ്ഞേട്ടനൊരു തിയേറ്റർ തുടങ്ങുകയും ആ ഒരു തിയേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ക്രീനുകളാക്കുകയും അതോട് ചേർത്ത് തന്നെ മറ്റൊരു സ്ക്രീൻ കൂടി പണിയുകയും ചെയ്തു. ആ പുതുതായിട്ട് പണിത സ്ക്രീനിൻ്റെ പേര് ലിറ്റിൽ റോസ് എന്നാണ്. പേരുകൾ പറയുമ്പോൾ അല്പം കൺഫ്യൂഷൻ ഉണ്ടല്ലേ, അഭിലാഷ്, റോസ്, ലിറ്റിൽ റോസ്, ARC, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ട് എനിക്കും പറയുമ്പോൾ. എന്തായാലും 2022 ആ ഒരു ടൈമിൽ നമ്മുടെ കോർണേഷൻ തിയേറ്റർ പൊളിക്കുകയും കോഴിക്കോട് സിറ്റിയിൽ തന്നെ കോർണേഷൻ മാൾ എന്ന പേരിൽ അതേ സ്ഥലത്ത് തന്നെ ഒരു ചെറിയ മാൾ വരികയും ചെയ്തു. അവിടെ ARC ഗ്രൂപ്പ് 3 സ്ക്രീനുകൾ കൂടി പണിതു. അങ്ങനെ ആകെ മൊത്തം കോഴിക്കോട് ടൗണിൽ 3 സ്ക്രീനുകളും അഗസ്ത്യമൊഴിയിൽ 3 സ്ക്രീനുകളും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തിയേറ്ററിൽ 2 സ്ക്രീനുകളായിട്ട് ടോട്ടൽ 8 സ്ക്രീനുകളാണ് ഇന്ന് ഈ ഒരു ARC ഗ്രൂപ്പിനുള്ളത്. മുക്കത്തെ തിയേറ്ററുകൾ എന്നും ക്വാളിറ്റിയിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നവയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോവിഡിനൊക്കെ മുന്നേ ഉള്ള സമയത്ത് സൗണ്ടിൻ്റെ കാര്യത്തിൽ മുക്കത്തെ PC തിയേറ്റർ ആയാലും റോസ് തിയേറ്റർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എന്താണ് പേരും പെരുമയും എടുത്ത തിയേറ്ററുകളാണ്. ഇനി നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു അന്നാസ് എന്ന സ്ക്രീനിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്ത് വന്ന തിയേറ്റർ ആണെന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ധാരാളം തിയേറ്ററുകളുടെ ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്ത് സെക്കൻഡ് സ്ക്രീൻ ആക്കി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഒരു വലിപ്പം ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയാണ് ഇതിൽ 300 സീറ്റുകൾ ഉള്ളതെന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ താഴത്തെ വലിയ ഓഡിറ്റോറിയത്തിൽ ആകെ മൊത്തം 388 സീറ്റുകളാണുള്ളത്. എന്നാൽ മുകളിലെ ഈ ഒരു ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്ത് വന്ന ഓഡിറ്റോറിയത്തിൽ 300 സീറ്റുകളുണ്ട്. ഇന്നും എന്താ പറയുക, പിടിതരാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയുണ്ടോ. കാരണം നടുവിലൂടെ വഴിയുണ്ട്, അതുപോലെ തന്നെ 2 സൈഡിലൂടെയും പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും 300 സീറ്റുകളുണ്ട്. ഞാനൊന്ന് ഇരുന്ന് നോക്കി, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ താഴത്തേക്കാൾ കൂടുതൽ ലെഗ് സ്പേസ് കൊടുത്തിട്ടും 300 സീറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 2014 കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ലൊരു വിഷനോട് കൂടി തന്നെ സ്പ്ലിറ്റ് ചെയ്ത ഓഡിറ്റോറിയം ആണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പറയാനില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 4 അടിയോളം ഹൈറ്റിൽ ടൈല്, അതിന് മുകളിൽ വുഡൻ വർക്ക്. ഇവിടെ ബ്ലാക്ക് പെയിൻറ്റിന് പകരം വുഡിൻ്റെ പെയിൻറ്റ് തന്നെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയറിൽ റെഡ് കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇത്രയധികം സിമ്പിൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ട അതേ മോഡൽ സീറ്റ് തന്നെ, കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സെയിം കപ്പ് ഹോൾഡർ ഇല്ലാത്ത സീറ്റുകളാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 130 രൂപ തന്നെയാണ്. സോ ഒറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്ത ഇത് എങ്ങനെയാണ് ഇതിൽ 300 സീറ്റുകൾ വന്നതെന്നുള്ളതാണ് സംഭവം. എന്തായാലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഫിസിക്കലി സീറ്റുകൾ ഒന്നൊന്നായിട്ട് എണ്ണി നോക്കിയിട്ടോ, കൃത്യം 300 സീറ്റുകൾ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൽ തന്നെ ഒരു ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളോട് കൂടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്ക്രീനായിട്ട് നിലനിർത്തിയിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു അഭിലാഷ് അന്നാസ് തിയേറ്ററിലെ അന്നാസ് എന്ന ഈ സ്ക്രീൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു അന്നാസ് എന്ന സ്ക്രീനിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷനും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. നമ്മൾ താഴെ കണ്ടുപോലെ തന്നെ ഹാളിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2 സബൂഫറുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഡോൾബി 7.1.2 എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തെ വിശേഷിപ്പിക്കാം. ഇനി സ്ക്രീനിൻ്റെ കാര്യത്തിൽ
കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 33-34 അടി വീതിയും അതുപോലെ തന്നെ ഒരു 12-13 അടി ഹൈറ്റുമുള്ള ചെറിയൊരു കർവോട് കൂടിയിട്ടുള്ള സിൽവർ സ്ക്രീനാണ് കേട്ടോ. സംഭവം ഒരു ഹാളിനെ പറ്റി നമ്മൾ വാദോരാതെ സംസാരിച്ചപ്പോഴും എനിക്കൊരു അല്പമെങ്കിലും നിരാശ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 50 അടിക്കടുത്ത് വീതിയുള്ള ഒരു ഹാളിലെ സ്ക്രീനിൻ്റെ സൈസിൽ ഒരല്പം കോംപ്രമൈസ് ചെയ്യേണ്ട വന്നു എന്നുള്ളതാണ്. സംഭവം അതിൽ വേറൊരു ഓപ്ഷനില്ല. കാരണം വെച്ചാൽ ബാൽക്കണി സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോഴേക്കും സ്ക്രീൻ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ എണ്ണം വല്ലാണ്ട് കുറയേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു 300 സീറ്റ് ഇട്ടിരിക്കുന്നത് നേരെ ഒരു 120-130 സീറ്റ് ആക്കിയാൽ മാത്രമാണ് ഒരു വാൾ ടു വാൾ സ്ക്രീൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ക്രീനിൽ സിനിമ കളിക്കുന്ന ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കാം. കുഞ്ഞേട്ടൻ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മൊയ്തീൻ്റെ ആ സൗഹൃദമാണ് ഞങ്ങളിലേക്കും പകർന്നത്. മൊയ്തീനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു കുഞ്ഞേട്ടൻ്റെ ഫാമിലി. മൊയ്തീൻ്റെ മരണശേഷമാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ മുമ്പ് മൊയ്തീനുള്ള സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്, തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് മൊയ്തീനെ. പക്ഷേ മൊയ്തീനും കുഞ്ഞേട്ടനും വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. തന്നെയല്ല, ഒരു നല്ല സിനിമ ഹാൾ ഉണ്ടായത് മറ്റ് താൽക്കാലിക സിനിമ ഹാളായിരുന്നു. എൻ്റെ ഏട്ടനും സിനിമ ഹാളുണ്ടായിരുന്നു. മുക്കം വയനാട് ടോക്കീസ് നമ്മുടെ നാട്ടിലെ ആദ്യത്തെ സിനിമ ഹാള്. പിന്നെയാണ് ഏട്ടൻ്റെ സിനിമ ഹാള് വരുന്നത്. അതിന് ശേഷമാണ് അഭിലാഷ് നല്ല തിയേറ്റർ മുക്കത്ത് എത്തി. അപ്പം സിനിമ കാണാൻ എല്ലാവർക്കും താല്പര്യമായി. സിനിമ ഹാളിൽ തന്നെ പല തമാശകളുണ്ടാകും. കുഞ്ഞേട്ടനുള്ള സമയത്ത് ഞങ്ങളെ കണ്ടുപോയ ടിക്കറ്റ് വാങ്ങില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ ആരെ കൊണ്ടെങ്കിലും കുഞ്ഞേട്ടനെ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ കുറേ ആളുണ്ടാവുമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോവല്ലോ. അപ്പം വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞേട്ടനെ കാണാതെ വേറെ ആളെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോവുക ചെയ്യുക. കുഞ്ഞേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. തിയേറ്റർ പിന്നീട് വർദ്ധിച്ചു. കുഞ്ഞേട്ടൻ തന്നെ അഭിലാഷ് പോയി, ഒന്നും കൂടി റോസ് വന്ന്, അങ്ങനെ അതിൻ്റെ വളർച്ച വളരെ മുമ്പോട്ട് പോവുമായിരുന്നു. അതായത് മുക്കത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കുഞ്ഞേട്ടൻ. ഏതായാലും കുഞ്ഞേട്ടൻ നമ്മുടെ നാട്ടിന് നഷ്ടപ്പെട്ടത് വളരെ വേദനാകരമായും ഒരു നഷ്ടമായി കാണാണ്. സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ട്. കാരണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. ഒരു വിഷമമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞേട്ടൻ്റെ മരണം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. വീട്ടിൽ പോയിരുന്നു, രാത്രിയായിട്ട് പോലും ഞങ്ങളവിടെ പോയിട്ട് കുഞ്ഞേട്ടനെ കണ്ടുപോകും. തീർച്ചയായും ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളത്. നന്ദിപൂർവ്വം നമ്മുടെ നാട് നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ട വ്യക്തിയുമാണ്. ഇപ്പൊ നമ്മളോട് കാഞ്ചനമേല മേഡം പറഞ്ഞ പോലെ തന്നെ മുക്കത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്ററുകളിൽ ഒന്നാണ് അഭിലാഷ് തിയേറ്റർ. അഭിലാഷ് തിയേറ്ററിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.